പുലിപ്പല്ല് കേസിൽ കസ്റ്റഡിയിലുള്ള റാപ്പർ വേടനുമായി ഇന്ന് വനംവകുപ്പിന്റെ തെളിവെടുപ്പുണ്ടാകും. പുലിപ്പല്ല് ലോക്കറ്റാക്കി നൽകിയ വിയ്യൂരിലെ സ്വർണ്ണപ്പണിക്കാരൻ്റെ അടുക്കൽ അയാളെ എത്തിച്ച് തെളിവെടുപ്പ് നടത്താനാണ് വനംവകുപ്പിന്റെ പുതിയ നീക്കം. വേടന് പുലിപ്പല്ല് നൽകിയ രഞ്ജിത്തിനെ കേന്ദ്രീകരിച്ചും ഇപ്പോൾ അന്വേഷണം നടക്കുന്നു. ചെന്നൈയിൽ വെച്ചൊരു രഞ്ജിത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ആരാധകനാണ് ഈ പുലിപ്പല്ല് നൽകിയതെന്നായിരുന്നു വേടൻ പോലീസിനോട് പറഞ്ഞത്. എന്തായാലും കൂടുതൽ വിവരങ്ങൾക്കായി കൊച്ചിയിൽ നിന്നും നിതിൻ അംബുജൻ തത്സമയം ചേരുകയാണ്. നിതിൻ, ഗുഡ് മോർണിംഗ്. നിതിൻ, ശരിക്കും വേടന് ഈ പുലിപ്പല്ലിൻ്റെ കേസ് വന്നതോടെ കുരുക്ക് മുറുകിയിരിക്കുകയാണല്ലോ. ഈ രഞ്ജിത്ത് എന്നൊരാളാണ് നൽകിയെന്ന് പറയുന്നു. രഞ്ജിത്തിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു. കൂടുതൽ അപ്ഡേറ്റ്സ് എന്താണ് ഈ വാർത്തയുടെ? എസ് കെ, ഗുഡ് മോർണിംഗ്. നിലവിലിപ്പോൾ വേടൻ വനംവകുപ്പിന്റെ കസ്റ്റഡിയിലാണുള്ളത്. പെരുമ്പാവൂർ മജിസ്ട്രേറ്റ് കോടതി ജാമ്യം തള്ളിയതിനു പിന്നാലെ തന്നെ 2 ദിവസത്തെ കസ്റ്റഡിയിലേക്ക് വിട്ടിരുന്നു. അതിനുശേഷം ഇന്നലെ തൃപ്പൂണിത്തുറയിലെ കണിയാമ്പുഴയിലെ ഫ്ളാറ്റിലെത്തി തെളിവെടുപ്പ് നടത്തി. ഇന്ന് വേടന് 8 മാസം മുൻപ്, അതായത് പുലിപ്പല്ലിൽ ലോക്കറ്റ് പണിത ജ്വല്ലറിലെത്തിച്ച് തെളിവെടുപ്പ് നടത്താനാണ് തീരുമാനം. വിയ്യൂരിലാണ് ഈ ജ്വല്ലറി ഉള്ളത്. ഇന്നലെ തന്നെ ജ്വല്ലറി ഉടമ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. ഇത് യഥാർത്ഥ പുലിപ്പല്ലാണെന്ന് അറിയാതെയാണ് താൻ ലോക്കറ്റ് നിർമ്മിച്ചു നൽകിയത്. 8 മാസം മുൻപ് ഇത് ലോക്കറ്റ് നിർമ്മിക്കാനായി എത്തുമ്പോൾ വേടൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത് വാങ്ങാൻ വേണ്ടി വന്ന കൂട്ടത്തിൽ വേടൻ ഉണ്ടായിരുന്നു. 1000 രൂപ നൽകിയെന്നാണ് ഇന്നലെ ജ്വല്ലറി ഉടമ പ്രതികരിച്ചത്. എന്തായാലും ഇന്ന് വിയ്യൂരിലെ ഈ ജ്വല്ലറിലെത്തി തെളിവെടുപ്പ് നടത്തും. അതിനുശേഷം മറ്റന്നാൾ, അതായത് അടുത്ത മാസം 2-ാം തീയതി വീണ്ടും വേടന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നുണ്ട്. എന്തായാലും വേടൻ ഇപ്പോൾ ഈ പുലിപ്പല്ല് എവിടെ നിന്ന് ലഭിച്ചു എന്ന കാര്യത്തിലാണ് പ്രധാനമായും അന്വേഷണം നടക്കുന്നത്. രഞ്ജിത്ത് കുമ്പിടി എന്ന ഒരു മലേഷ്യൻ പ്രവാസി നൽകിയ ഒരു പുലിപ്പല്ലാണെന്നാണ് വനംവകുപ്പ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷേ തനിക്ക് രഞ്ജിത്തിനെ അറിയില്ല എന്നാണ് വേടൻ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഇത് രഞ്ജിത്തിന് എവിടെ നിന്ന് കിട്ടി, മൃഗവേട്ട നടത്തി കിട്ടിയതാണോ, അതെല്ലാം മറ്റൊരാൾ കൈമാറിയതാണോ തുടങ്ങിയ കാര്യങ്ങളുടെ അന്വേഷണം എന്തായാലും വനവകുപ്പിന്റെ ഭാഗത്ത് നടക്കുന്നുണ്ട്. രഞ്ജിത്ത് കുമ്പിടിയെ കണ്ടെത്താനുള്ള നീക്കം എന്തായാലും വനവകുപ്പിന്റെ ഭാഗത്തുനിന്നും നടന്നു വരികയാണ്. അതോടൊപ്പം തന്നെ വേടന് കഞ്ചാവ് എത്തിച്ച് നൽകിയവരെ ഇപ്പോൾ പോലീസ് തിരയുന്നുണ്ട്. എന്തായാലും അന്വേഷണം ശക്തമായി മുന്നോട്ട് പോകുമെന്നാണ് കഴിഞ്ഞ ദിവസം കൊച്ചി കമ്മീഷണർ വ്യക്തമാക്കിയത്. അതോടൊപ്പം തന്നെ വനവകുപ്പിന്റെ കേസിലുള്ള അന്വേഷണം തുടരുന്നുണ്ട്. വേടന് ഇത് പുലിപ്പല്ല് എവിടെ നിന്ന് ലഭിച്ചു എന്ന കാര്യത്തിൽ തന്നെയാണ് ഇപ്പോഴും കൃത്യമായ ഒരു അന്വേഷണമായി മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, വന്യമൃഗങ്ങളെല്ലാം തന്നെ ഇത്തരത്തിൽ നഖമോ അല്ലെങ്കിൽ പല്ലോ കൈവശം വയ്ക്കുന്നത് കുറ്റകരമാണ്. ഈ ഒരു സാഹചര്യത്തിനാണ് കടുത്ത വകുപ്പുകൾ ചുമത്തി വേടനെതിരെ വനംവകുപ്പ് കേസെടുക്കുകയും പിന്നീട് അന്വേഷണം നടത്തുകയും ചെയ്തത്. എന്തായാലും ഇന്ന് വിയ്യൂരിലെ ജ്വല്ലറിലെത്തി തെളിവെടുപ്പ് നടത്തും. അതിനുശേഷം മറ്റന്നാൾ വീണ്ടും ജാമ്യാപേക്ഷ പരിഗണിക്കും. എന്തായാലും ശക്തമായ രീതിയിൽ തന്നെ അന്വേഷണം മുന്നോട്ട് പോകുമെന്നാണ് വനംവകുപ്പ് ഈ ഘട്ടത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്.